ICR കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ്. അത് പാവലാണ്. പാവലിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും മൈക്രോ ന്യൂട്രിയൻ ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ IIHR, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് വികസിപ്പിച്ചെടുത്ത വെജിറ്റബിൾ സ്പെഷ്യൽ. ഈ വെജിറ്റബിൾ സ്പെഷ്യൽ എല്ലാ പച്ചക്കറിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇവിടെ പച്ചക്കറിയിൽ വരുന്ന സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ അമ്ലത്വമുള്ള മണ്ണിൽ സിങ്ക്, ബോറോൺ ഇതേപോലത്തെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കാരണം പച്ചക്കറിയിൽ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് പരിഹരിക്കാനും ചെടിയുടെ വളർച്ച മെച്ചപ്പെടുത്താനുമാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് പയറിൽ നമ്മൾ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് സ്പ്രേ കൊടുക്കുന്നത്. അതേപോലെ തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ്, ചില്ലി, അതായത് മുളക്, ഇതേപോലത്തെ വിളകൾക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ കൊടുക്കാം. ഇപ്പം നമ്മൾ പാവലിലാണ്. പാവൽ ഇനങ്ങൾക്ക്, അതായത് കുക്കർ ബീറ്റ്സിലൊക്കെ നമ്മൾ 1 ഗ്രാമിൽ കൂടാൻ പാടില്ല. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ കൊടുക്കുക. ഇത് സ്പ്രേ കൊടുക്കുന്ന രാവിലത്തെ സമയം സ്പ്രേ ചെയ്യാവുക, അതായത് 11 മണിക്ക് മുമ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈവനിങ് ടൈം, അതായത് വൈകിട്ട് സ്പ്രേ ചെയ്യാം. ഒരിക്കലും ചൂട് കൂടുന്ന സമയത്ത്, അത് കൃഷിക്കാർക്ക് അറിയാം, ചൂട് കൂടുന്ന സമയത്ത് ഒരിക്കലും സ്പ്രേ ചെയ്യാൻ, ഇലയിൽ സ്പ്രേ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ, സാധാരണ പച്ചക്കറി പറിച്ച് നടുന്ന പച്ചക്കറിയുണ്ട് നേരിട്ട്. അപ്പോൾ കൃഷിക്കാരിവിടെ പാവലിൽ നേരിട്ട് പാകുവാണ്. അപ്പോൾ ഇത് പാകി 45 ദിവസമായിട്ടുണ്ട്. 45 ദിവസമാകുമ്പം ഒരു സ്പ്രേ, ആദ്യത്തെ സ്പ്രേ 45 ദിവസമാകുമ്പോൾ ഫസ്റ്റ് സ്പ്രേ, അതിനുശേഷം 20 ദിവസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു സ്പ്രേ. ഇതേപോലെ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു സ്പ്രേ, വീണ്ടും 20 ദിവസം കഴിയുമ്പോൾ ഒരു സ്പ്രേ. അങ്ങനെ 3 സ്പ്രേ ആണ് പച്ചക്കറിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സൂക്ഷ്മമൂലകങ്ങൾ ഇതുപോലെ കൊടുത്തു കഴിയുമ്പോഴത്തേന് പാവലിൽ ഈ വളർന്നു വരുന്ന മുകുളങ്ങൾ കരിഞ്ഞു പോകുക, അതേപോലെ പാവയ്ക്ക ഉണ്ടാവുമ്പം അതിന് വരുന്ന വ്യത്യാസം, അതായത് വികൃതമായിട്ട് ഷേപ്പ് വ്യത്യാസമായിട്ടിരിക്കുക. പലരും പറയുന്നുണ്ട് ഈ മുള്ളുപഴുപ്പ് വരുന്നുണ്ട്. ഇതേപോലത്തെ പ്രശ്നങ്ങളൊക്കെ സിങ്ക് എന്ന് പറഞ്ഞ സൂക്ഷ്മമൂലകത്തിന്റെ അഭാവമാണ്. അതേപോലെ മുകുളങ്ങൾ കരിഞ്ഞു വരുന്നത് ബോറോൺ ഡെഫിഷ്യൻസി, ബോറോണിന്റെ അഭാവമാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ ആദ്യം തൊട്ടേ ഇത് ചെയ്യണം. അതായത് കുറച്ച് വളർന്ന ശേഷം ചെയ്താൽ അത് ശരിയാവില്ല. അപ്പം നേരത്തെ തന്നെ നമ്മൾ ഈ ഡോസ് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ പറ്റും. സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവം മാറിക്കഴിയുമ്പോൾ നാച്ചുറലി നമ്മുടെ ഈൽഡ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് 1 ഗ്രാം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ അത് കലക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കിയത്. ഇത് നമ്മൾ സ്പ്രേയറിനകത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. ആ സ്പ്രേ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇട്ട് നമ്മൾ കലക്കി കുഴപ്പമില്ല. ഇതായിട്ട് മതിയോ അടിക്കാൻ അടിച്ചോ അടിച്ചോ അടിച്ചോ. ചുമ്മാ ആ നിലത്ത് വെച്ചിട്ട് അങ്ങനെ കടിച്ചാൽ മതി. കൊളുത്തൊക്കെ നോക്കിയാ കടിച്ചോണ്ട് നിന്നാ മതി. അടിക്കണ്ട അടിക്കണ്ട അടിക്കണ്ട. ഇതിനൊരു സ്പ്രേ ചെയ്തേക്കണം. അന്നത്തെ ഒരു വീഡിയോയ്ക്ക് എടുക്കാനായിട്ടൊരു സ്പ്രേ ചെയ്തോ. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്തായാലും നിൽക്കട്ടെ. എന്തായാലും